ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 4-ാമത്തെ ശ്ലോകം നോക്കാം. സ്തുവതേ പുളകാവൃതായ തസ്മൈ മനുപുത്രീം ദയിതാം നവാപി പുത്രീ കപിലഞ്ജസുതം സ്വമേവ പശ്ചാത് സ്വഗതിഞ്ചാപ്യനുഗ്രഹ്യ നിർഗതോ ഭൂഃ. നമ്മൾ തൊട്ടു മുൻപുള്ള ശ്ലോകത്തിൽ തൻ്റെ പിതാവായ ബ്രഹ്മാവിൻ്റെ വാക്കുകളെ അനുസരിക്കുന്നതിനായിക്കൊണ്ട് ആ പിതാവിൻ്റെ വാക്കുകൾ മാനിച്ചുകൊണ്ട് കർദമ പ്രജാപതി പ്രജാസൃഷ്ടി നടത്താമെന്ന് സമ്മതിക്കുകയും അങ്ങനെ ഭഗവാനെ അനേക കാലം ആയുതം സമ എന്നാണ് പറഞ്ഞിരുന്നത്. 10,000 വർഷക്കാലം ഭഗവാനെ തപസ് ചെയ്യുകയും ചെയ്തു. ആ തപസ്സിനൊടുവിൽ ഭഗവാൻ കർദമ പ്രജാപതിയുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. ഗരുഡൻ്റെ പുറത്തേറി ഭഗവാൻ അങ്ങനെ ആ ദിവ്യമോഹന രൂപത്തെ ആ കർദമ പ്രജാപതിക്കായിക്കൊണ്ട് കാണിച്ചു കൊടുത്തു എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇനിയും എന്തിനാണോ കർദമ പ്രജാപതി തപസ് ചെയ്തത്, തൻ്റെ ആ പ്രജാസൃഷ്ടിക്ക് മുൻപായിട്ട് ഭഗവാന്റെ അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ട് വേണം പ്രജാസൃഷ്ടി തുടങ്ങാൻ എന്നുള്ള ഒരു ഉദ്ദേശ്യത്തിലായിരുന്നു കർദമ പ്രജാപതി തപസ് ചെയ്തത്. ഇവിടെ ഇപ്പോൾ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ എന്താ കർദമ പ്രജാപതി ചെയ്തത്, ഭഗവാൻ എന്താ ചെയ്തത് എന്നാണ് ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത്. നമുക്കതിലെ പദങ്ങളുടെ അർത്ഥം നോക്കാം. സ്തുവതേ, സ്തുവതേ എന്ന് പറഞ്ഞാൽ സ്തുതിഗീതങ്ങളൊക്കെ ആലപിച്ചുകൊണ്ടിരുന്നു കർദമ പ്രജാപതി. ഭഗവാനെ അങ്ങനെ സ്തുതിക്കുന്ന ശ്ലോകങ്ങളൊക്കെ ആലപിച്ചുകൊണ്ട് ഭഗവാനെ നന്നായിട്ട് അങ്ങോട്ട് സ്തുതിക്കാൻ തുടങ്ങി. ഭഗവാനെ മുൻപിൽ കണ്ടപ്പോൾ കർദമ പ്രജാപതിക്ക് താൻ എന്തിനു വേണ്ടിയിട്ടായിരുന്നോ തപസ് ചെയ്ത് അതൊക്കെ അങ്ങോട്ട് മാറിയിട്ട് അത്ര കാലവും ഭഗവാനിൽ മാത്രം മനസ്സർപ്പിച്ചിരുന്ന ആ ഭഗവാൻ തന്നെ മുൻപിൽ വന്നപ്പോൾ ഒട്ടും സന്ദേഹിക്കേണ്ടി വന്നില്ല. എന്താ ചെയ്യേണ്ടതെന്ന ഒരു അമ്പരപ്പും ഉണ്ടായില്ല. ആദ്യം തന്നെ ഭഗവാനെ അങ്ങോട്ട് നന്നായി സ്തുതിച്ചു. പിന്നെയോ പുളകാവൃതായ തസ്മൈ സ്തുവത്തെ, നന്നായി സ്തുതിച്ചു. ഭഗവാനെ സ്തുതിഗീതങ്ങളൊക്കെ പാടി അങ്ങോട്ട് നന്നായി സ്തുതിച്ചു. അതിനുശേഷമോ പിന്നെയോ പുളകാവൃതായ, ആ ഭഗവാനെ കൺമുൻപിൽ കണ്ട ഇത്ര നാളും, അതായത് കഴിഞ്ഞ ഒരു 10,000 വർഷക്കാലമായി താൻ ഏതൊരു ഭഗവാനെയായിരുന്നോ ധ്യാനം ചെയ്തുകൊണ്ടിരുന്നത്, ആ ഭഗവാൻ തൻ്റെ മുൻപിൽ വന്നു നിന്നപ്പോൾ, പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഉണ്ടായ തൻ്റെ ഉള്ളിലെ ആ ഒരു അതിയായ ആനന്ദം കൊണ്ട്, ആ ഒരു ആനന്ദാതിരേകത്താൽ പുളകിതനായി ഭവിച്ചു ആ കർദമ പ്രജാപതി. അതുകൊണ്ടാണ് പുളകാവൃതായി, പുളകങ്ങൾ അങ്ങനെ പൊതിഞ്ഞു എന്നാണ് കർദമ പ്രജാപതിയെ. തസ്മൈ, തസ്മൈ എന്നാൽ ആ കർദമ പ്രജാപതിക്ക്. അപ്പോൾ കർദമ പ്രജാപതി ഒന്നും തന്നെ ഭഗവാനോട് പറഞ്ഞില്ല. കണ്ടതും ആ ഒരു ആനന്ദാതിരേകത്താൽ തൻ്റെ ഉള്ളിൽ ഇത്ര നാളും കണ്ടുകൊണ്ടിരുന്ന ആ രൂപത്തെ മുൻപിൽ കണ്ടപ്പോൾ നന്നായി അങ്ങോട്ട് സ്തുതിച്ചു. അങ്ങനെയുള്ള ആ കർദമ പ്രജാപതിക്ക് മനുപുത്രീം, ഇനി അടുത്തത് ഭഗവാനെ കണ്ടപ്പോൾ എന്താണ് കർദമ പ്രജാപതി ചെയ്തതെന്നാണ് പറഞ്ഞതെങ്കിൽ, ഭഗവാൻ ഇനിയും എന്താണ് കർദമ പ്രജാപതിയോട് പറഞ്ഞത് എന്നുള്ളതാണ് ഇനിയുള്ള 2-3 വരികളിലായിട്ട് കാണിച്ചു തരുന്നത്. മനുപുത്രീം, മനുപുത്രി എന്ന് പറഞ്ഞാൽ ആ മനുവിൻ്റെ പുത്രിയെ. ഇവിടെ മനു എന്ന് പറയുന്നത് സ്വയംഭുവ മനുവിനെയാണ്. സ്വയംഭുവ മനുവിൻ്റെ പുത്രിയെ ഇവിടെ ഭഗവാനോട് ഒന്നും ചോദിക്കാതെ തന്നെ ഭഗവാൻ അനുഗ്രഹങ്ങൾ ഓരോന്നോരോന്നായി കർദമ പ്രജാപതിക്ക് കൊടുക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് കർദമ പ്രജാപതി ഇത്ര നാളും തപസ് ചെയ്തതെന്ന് എല്ലാം അറിയുന്ന ഭഗവാനെ നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ കർദമ പ്രജാപതി ഒന്നും തന്നെയും ചോദിച്ചില്ല. പകരം തന്നെ കണ്ട ആ ഒരു ആനന്ദ തിരതള്ളൽ കൊണ്ട് തന്നെ സ്തുതിക്കുക മാത്രം ചെയ്ത കർദമ പ്രജാപതിയോട് ഭഗവാൻ അങ്ങോട്ട് പറയുകയാണ്, മനുപുത്രീം, ആ സ്വയംഭുവ മനുവിൻ്റെ പുത്രിയെ. ഇവിടെ നമുക്കറിയാം സ്വയംഭുവ മനു എന്ന് പറയുന്നത്
ബ്രഹ്മാവിൻ്റെ ഏറ്റവും ആദ്യത്തെ സൃഷ്ടിയാണ് നമ്മൾ പറഞ്ഞിരുന്നു. ആ സ്വയംഭുവ മനുവിന് 5 മക്കളായിരുന്നു ഉണ്ടായിരുന്നത്. 2 ആൺകുട്ടികളും 3 പെൺകുട്ടികളുമായിരുന്നു. ഇതിൽ ആഹൂതി, പ്രസൂതി, ദേവഹൂതി എന്ന് പറയുന്ന 3 പെൺകുട്ടികളും അതേപോലെ തന്നെ ഉത്താനപാദൻ, അതേപോലെ പ്രിയവ്രതൻ, ഇങ്ങനെ 2 ആൺകുട്ടികളായിരുന്നു സ്വയംഭവ മനുവിന് ഉണ്ടായിരുന്നത്. ഇതിൽ ഉത്താനപാദന് അത് നമ്മളിനി കാണും. അടുത്ത ഒരു 17ാമത്തെ ദശകത്തിൽ ധ്രുവചരിതം പറയുമ്പോൾ നമുക്ക് കാണാം. അവിടെ 2 ഭാര്യമാരുണ്ടായിരുന്നു, സുരുചി, സുനീതി. അങ്ങനെ സുരുചിക്ക് ഉത്തമൻ എന്ന് പറയുന്ന ഒരു മകനുണ്ടായി, സുനീതിക്ക് ധ്രുവൻ എന്ന് പറയുന്ന ഒരു മകനുണ്ടായി. ഇങ്ങനെ തുടങ്ങിയ കഥകൾ നമ്മളവിടെ 17ാമത്തെ ദശകം വരുമ്പോൾ നമുക്ക് വിശദമായിട്ട് കാണാം. അതുപോലെ തന്നെ പ്രിയവ്രതന് ബർഹിഷ്മതി എന്ന് പറയുന്ന ഒരു ഭാര്യയിൽ, ബർഹിഷ്മതി എന്ന തൻ്റെ ഭാര്യയിലുണ്ടായത് ഋഷഭൻ എന്ന് പറയുന്ന ഭഗവാന്റെ ഋഷഭാവതാരമാണ്. ഋഷഭചരിതം അതും നമുക്ക് 20ാമത്തെ ദശകത്തിൽ നമുക്ക് കാണാം. പിന്നെ ഉള്ള ഈ 3 പെൺകുട്ടികളുടെ കാര്യം. അപ്പോൾ ഇതിലെ ഈ 3 പെൺകുട്ടികൾ ആഹൂതി, പ്രസൂതി, ദേവഹൂതി. അപ്പോൾ ഈ ആഹൂതിയെ ദക്ഷ പ്രജാപതിക്ക് വിവാഹം ചെയ്തു കൊടുത്തിരുന്നു. ഇവിടെ പറയുന്ന സ്വയംഭുവ മനുവിൻ്റെ പുത്രി എന്ന് പറയുന്ന ദേവഹൂതിയാണ്. അപ്പോൾ ആ ദേവഹൂതിയുടെ കാര്യമാണ് ഭഗവാൻ പറയുന്നത്. ആ മനുവിൻ്റെ പുത്രിയെ, ആ സ്വയംഭുവ മനുവിൻ്റെ പുത്രിയെ പിന്നെ എന്താ പറഞ്ഞ ദയിതാം നവാപി പുത്രീഹി. ദയിതാം എന്ന് പറഞ്ഞാൽ പത്നിയായിട്ട്, ദയിത പത്നിയാണ്. അപ്പോൾ ആ സ്വയംഭുവ മനുവിൻ്റെ പുത്രിയെ പത്നിയായിട്ട് അവിടുന്ന് സ്വീകരിച്ചാലും ആ പത്നിയിൽ, ആ സ്വയംഭുവ മനുവിൻ്റെ പുത്രിയെ പത്നിയായി സ്വീകരിച്ചു കഴിയുമ്പോഴോ അവിടെ നവാപി പുത്രീഹി, നവം എന്ന് പറഞ്ഞാൽ 9. അപ്പോൾ നവാപി പുത്രിയും 9 പുത്രി എന്ന് പറഞ്ഞാൽ പുത്രിമാരും. അപ്പോൾ ആ കർദമ പ്രജാപതിയോട് പറയുകയാണ്, സ്വയംഭുവ മനുവിൻ്റെ ഈ മകളെ ദേവഹൂതിയെ വിവാഹം കഴിക്കുക, ഭാര്യയെ സ്വീകരിക്കുക, അതിൽ അങ്ങേക്ക് 9 പുത്രിമാരുണ്ടാകും. കഴിഞ്ഞില്ല. സത്യത്തിൽ ഇവിടെ കർദമ പ്രജാപതി ഒന്നും ചോദിച്ചില്ല. ചോദിക്കാതെ തന്നെ ഭഗവാൻ ഇങ്ങോട്ട് അനുഗ്രഹം കൊടുക്കുന്നതാണ് ഇതൊക്കെ, അല്ലേ? അപ്പോൾ പറയാണ് കഴിഞ്ഞില്ല, 9 പുത്രിമാരുണ്ടാകും. പിന്നെയോ കപിലഞ്ചസുതം സ്വമേവ. കപിലഞ്ചസുതം, കപിലം ച, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് കപിലഞ്ച. കപിലം എന്ന് പറഞ്ഞാൽ കപിലവാസുദേവൻ എന്ന ഭഗവാന്റെ അടുത്ത അവതാരത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ കപിലവാസുദേവൻ എന്ന പേരിൽ സുതം എന്ന് പറഞ്ഞാൽ ഒരു പുത്രനും ഉണ്ടാകും. ആ പുത്രൻ ആരാണ്? സ്വമേവ. സ്വം ഏവയാണ് സ്വമേവ, അതായത് അങ്ങ് തന്നെയാണ് പുത്രനായിട്ട് ജനിക്കുന്നത്. അപ്പോൾ ഭഗവാൻ പറയും, ഞാൻ തന്നെ അങ്ങേക്ക് 9 പുത്രിമാർക്ക് ശേഷം ഒരു പുത്രനായി വരും കപിലവാസുദേവൻ എന്ന പേരിൽ. അല്ലയോ കർദമ പ്രജാപതി, അതിനായിക്കൊണ്ട് അങ്ങ് ഈ ലൗകിക ജീവിതത്തെ സ്വീകരിച്ചാൽ, ലൗകിക ജീവിതത്തെ സ്വീകരിക്കാൻ അങ്ങയ്ക്ക് ഉത്തമയായ ഒരു പത്നിയായി സ്വയംഭുവ മനുവിൻ്റെ മകൾ ദേവഹൂതിയെ അവിടുന്ന് സ്വീകരിച്ചാലും. പിന്നെ അവിടം കൊണ്ട് നിർത്തിയില്ല ഭഗവാന്റെ കാരുണ്യം. ഭഗവാൻ വീണ്ടും പറയുകയാണ്, പശ്ചാത്ത്, പിന്നീട് സ്വഗതിം ചാപ്യനുഗ്രഹ്യ, സ്വഗതിം ച അപി അനുഗ്രഹ്യ, ഇങ്ങനെ 4 വാക്കുകൾ ചേരുന്നതാണ് സ്വഗതിം ചാപ്യനുഗ്രഹ്യ. സ്വഗതിം ച എന്ന് പറഞ്ഞാൽ തൻ്റെ തന്നെ ഗതിയെ എന്ന് പറഞ്ഞാൽ ആ മോക്ഷത്തെ അഥവാ ജീവൻ മുക്താവസ്ഥയെ അനുഗ്രഹ്യ, അപ്പോൾ അതിനെ തന്നെ കൊടുക്കും. ആദ്യം 9 പുത്രിമാര്, അതിനുശേഷം താൻ തന്നെ മകനായി വരുന്നു. കപിലവാസുദേവൻ എന്ന പേരിൽ താൻ തന്നെ അവതരിക്കും. കഴിഞ്ഞില്ല, അതിനും ശേഷം ആ ജീവൻ മുക്താവസ്ഥയെ, മോക്ഷത്തെ തന്നെ ഞാൻ നൽകുകയും ചെയ്യും. സ്വഗതിം ച, ഇത്രയും പറഞ്ഞ് അനുഗ്രഹിച്ച് നിർഗതോ ഭൂഹു, നിർഗതഃ അഭൂഹു, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് നിർഗതോ ഭൂഹു. നിർഗത എന്ന് പറഞ്ഞാൽ പോവുക അഥവാ അപ്രത്യക്ഷനാവുകയും ചെയ്തു. അപ്പോൾ ഭഗവാന്
കർദമ പ്രജാപതിയുടെ തപസ്സിൽ വളരെയേറെ സന്തുഷ്ടനായിട്ട് പ്രത്യക്ഷപ്പെട്ടു. ഗരുഡോപരി വന്ന് ആ ദിവ്യദർശനത്തെ പ്രദാനം ചെയ്തു. തന്നെയല്ല, കർദമ പ്രജാപതിക്ക് ഭഗവാനെ മുന്നിൽ കണ്ടപ്പോൾ എന്തെന്നില്ലാത്ത ഒരു ആനന്ദാതിരേകം ഉണ്ടാവുകയും ആ ആനന്ദത്തിൻ്റെ പുളകത്താൽ അങ്ങനെ ഭഗവാനെ നന്നായിട്ട് അങ്ങോട്ട് സ്തുതിച്ചു. അതല്ലാതെ എന്താ വേണ്ടത്? നമുക്കുമൊക്കെ ഇത് കാണിച്ചു തരികയാണ്. നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോഴാകട്ടെ, ഭഗവാന്റെ സ്വരൂപത്തെ മുൻപിൽ കാണുമ്പോഴാകട്ടെ, അതൊരു ചിത്രത്തിലായിക്കോട്ടെ, ഇല്ല നമുക്ക് ധ്യാനം ചെയ്യുമ്പോൾ മുൻപിൽ നമ്മൾ സങ്കല്പത്തിലൂടെ നമ്മൾ ആ രൂപത്തെ കണ്ടാലും നമ്മൾ വേണ്ടത് നമ്മുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടതെന്ന് ഭഗവാനോട് പറയണ്ട. നമ്മുടെ ദുഃഖങ്ങൾ ഭഗവാനോട് പറയണ്ട. കാരണം എല്ലാം അറിയുന്ന ഭഗവാനെ നന്നായിട്ടറിയാം നമുക്ക് എന്തു വേണം എന്തു വേണ്ട എന്ന്. ഭഗവാൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രിയം നോക്കി വർത്തിക്കുന്ന ഒരാളല്ല. നമുക്ക് എന്തൊക്കെ ചെയ്താൽ നമുക്ക് സന്തോഷമാകും എന്നല്ല ഭഗവാൻ നോക്കുന്നത്. മറിച്ച് നമ്മുടെ ഹിതം നോക്കുന്ന ആളാണ് ഭഗവാൻ. അതായത് നമുക്കെന്താണോ വേണ്ടത്, നമുക്കെന്താണോ നല്ലത്, നമുക്കെന്ത് ചെയ്താലാണ് അത് നന്മയെ പ്രദാനം ചെയ്യുന്നത്, അത് നോക്കിയിട്ടാണ് ഭഗവാൻ നമുക്കതൊക്കെ തരുന്നത്. അപ്പോൾ ഭഗവാനെ കാണുമ്പോൾ എന്താ വേണ്ടത്? നമുക്കൊന്നും പറയാനുണ്ടാകരുത്. അഥവാ നമുക്ക് ആവശ്യങ്ങളുമില്ല പരാതികളുമില്ല എന്നൊരവസ്ഥയുണ്ടാവണം. അവിടെ വേണ്ടത് ഭഗവാനെ നന്നായിട്ട് അങ്ങോട്ട് സ്തുതിക്കുക. ആ ദിവ്യമോഹന രൂപത്തെ നന്നായി സ്തുതിച്ചുകൊണ്ട്, അവിടുത്തെ മാഹാത്മ്യത്തെ നന്നായി പ്രകീർത്തിച്ചുകൊണ്ട് ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ വീണ് നമസ്കരിക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ ചെയ്താൽ എല്ലാം അറിയുന്ന ഭഗവാന് നമ്മളൊന്നും പറയാതെ തന്നെ നമുക്ക് വേണ്ടുന്നതൊക്കെ ഭഗവാൻ തന്നുകൊണ്ടേയിരിക്കും. വേണ്ട സമയത്ത് ഭഗവാൻ പല രൂപത്തിലും ഭാവത്തിലുമായിട്ട് നമ്മളിലേക്ക് അതൊക്കെ എത്തിച്ചു തന്നുകൊണ്ടേയിരിക്കും. ഇവിടെ നമുക്ക് കർദമ പ്രജാപതി കാണിച്ചു തരുന്നതും അതാണ്. കർദമ പ്രജാപതി ഒന്നും തന്നെയും ഭഗവാനോട് പറഞ്ഞില്ല. കർദമ പ്രജാപതിക്ക് ഈ തപസ് തുടങ്ങുന്നതിന് വ്യക്തമായ ഒരു ഉദ്ദേശ്യമുണ്ടായിരുന്നു, തൻ്റെ പ്രജാസൃഷ്ടി. അപ്പോൾ അതിന് ഭഗവാന്റെ അനുഗ്രഹം വാങ്ങിക്കുക എന്നുള്ള ഒരു താല്പര്യത്തോടു കൂടിയാണ്, എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് കർദമ പ്രജാപതി തപസ് തുടങ്ങിയത്. പക്ഷെ ഭഗവാൻ മുൻപിൽ വന്നപ്പോൾ ഒന്നും ചോദിച്ചില്ല, എല്ലാം മറന്നുപോയി. പകരം ഭഗവാനെ സ്തുതിക്കുക മാത്രമാണ് ചെയ്തത്. തൻ്റെ പ്രജാസൃഷ്ടിക്കായി തന്നെ അനുഗ്രഹിക്കണം എന്ന് പറയാൻ മറന്നുപോയ കർദമ പ്രജാപതിക്ക് കർദമ പ്രജാപതിയുടെ എല്ലാ ഇംഗിതങ്ങളും നന്നായി അറിയുന്ന ഭഗവാൻ ചോദിക്കാതെ തന്നെ അങ്ങോട്ട് അനുഗ്രഹം കൊടുത്തു. അല്ലയോ കർദമ പ്രജാപതി, അങ്ങ് സ്വയംഭുവമനുവിൻ്റെ പുത്രിയായിട്ടുള്ള ആ ദേവഹൂതിയെ അങ്ങ് വിവാഹം ചെയ്താലും പത്നിയായി സ്വീകരിച്ചാലും ആ ഒരു ലൗകിക ജീവിതത്തിൽ അങ്ങേക്ക് 9 പുത്രിമാരുണ്ടാകും. ആ 9 പുത്രിമാർക്ക് ശേഷം അങ്ങേക്ക് ഞാൻ തന്നെ വന്ന് കപിലവാസുദേവൻ എന്ന പേരിലുള്ള ഒരു മകനായി പിറക്കും. കഴിഞ്ഞില്ല അല്ലയോ കർദമ പ്രജാപതി, ഇത്ര നാളും എന്നെ മാത്രം ധ്യാനിച്ചു കൊണ്ടിരുന്ന അങ്ങേക്ക് ഞാൻ എൻ്റെ ഗതിയെ തന്നെ തരും. ആ വൈകുണ്ഠലോകത്തെ തന്നെ, മോക്ഷത്തെ തന്നെ അങ്ങേക്ക് ഞാൻ നൽകുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കർദമ പ്രജാപതി അനുഗ്രഹിച്ചിട്ട് അവിടെ നിന്ന് ഭഗവാൻ അപ്രത്യക്ഷനാവുകയും ചെയ്യുന്നു. ഓരോ പ്രാവശ്യവും നമ്മൾ ഭഗവാനെ ദർശിക്കുമ്പോൾ ആ ദിവ്യദർശനത്തിൻ്റെ മുൻപിൽ നമ്മുടെ ദുഃഖങ്ങൾക്കും സങ്കടങ്ങൾക്കും എല്ലാം അവധി കൊടുത്തുകൊണ്ട് ഭഗവാൻ നമുക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെ എണ്ണി എണ്ണി പറഞ്ഞ് ഭഗവാന്റെ മാഹാത്മ്യത്തെ വർണ്ണിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയുമാറാകട്ടെ. കാരണം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതൊന്നും, നമ്മൾ നേടിയെന്ന് നമ്മൾ കരുതുന്നതൊന്നും നമ്മുടെ നേട്ടമല്ല, മറിച്ച് ഭഗവാന്റെ കാരുണ്യമാണ് എന്നറിയുക. അപ്പോൾ പലരും ചോദിക്കാറുണ്ട്, ഞാൻ കഷ്ടപ്പെട്ടിട്ടല്ലേ, എൻ്റെ ഹാർഡ് വർക്ക് കൊണ്ടല്ലേ ഞാനിത് നേടിയത്. ഓർക്കുക, അതുകൊണ്ട് മാത്രം ഒന്നും നേടാനാവില്ല. നമ്മളൊരു റേഡിയോ സ്റ്റേഷനിൽ നമുക്കൊരു പ്രോഗ്രാം കിട്ടണം എങ്കിൽ നമ്മുടെ റേഡിയോയിൽ നമ്മൾ ട്യൂൺ ചെയ്തുകൊണ്ടേയിരിക്കുക. എപ്പോഴാണോ ആ റേഡിയോ സ്റ്റേഷനിലെ ഫ്രീക്വൻസിയുമായി
നമ്മുടെ ഫ്രീക്വൻസിയിലേക്ക് നമ്മൾ ട്യൂൺ ചെയ്യുന്ന റേഡിയോയുടെ ഫ്രീക്വൻസി എത്തിച്ചേരുന്നത്. അപ്പോൾ മാത്രമേ ആ സ്റ്റേഷനിൽ നിന്നുള്ള ആ പരിപാടികൾ നമുക്ക് കേൾക്കാൻ കഴിയുകയുള്ളൂ. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യവും. നമ്മൾ പ്രയത്നിച്ചുകൊണ്ടേയിരിക്കുക, ഭഗവാനോട് അപേക്ഷിച്ചുകൊണ്ടേയിരിക്കുക. നമ്മൾ അറിയുന്നില്ലെങ്കിലും ഏതോ ഒരു ഘട്ടത്തിൽ ഭഗവാന്റെ നിശ്ചയവും നമ്മുടെ ആഗ്രഹവും ഒരേ നേർരേഖയിൽ എത്തിച്ചേരുമ്പോൾ അത് ആ സമയത്ത് നടക്കുന്നു. നമുക്കത് അനുഗ്രഹമായി, നേട്ടമായി മാറുന്നു. ഓർക്കുക, അപ്പോഴും നമ്മുടെ നേട്ടമല്ല, ഭഗവാന്റെ കാരുണ്യമാണെന്നറിയുക. അങ്ങനെ നമുക്ക് ഓരോന്നും ചിന്തിക്കാൻ കഴിഞ്ഞാൽ പിന്നെ ഭഗവാനോട് എന്താണ് അപേക്ഷിക്കാനുള്ളത്? ഒന്നും അപേക്ഷിക്കേണ്ടതില്ല. ഭഗവാൻ എല്ലാം അറിഞ്ഞു തന്നുകൊണ്ടേയിരിക്കും. വീണ്ടും നമ്മളുടെ ട്യൂണിങ് മാറ്റിയാലാകട്ടെ ആ കിട്ടിക്കൊണ്ടിരിക്കുന്നതിൽ നിന്നും വീണ്ടും നമ്മളിലേക്ക് ചൊരിയുന്ന ആ കാരുണ്യത്തിൻ്റെ അളവ് കുറഞ്ഞു കുറഞ്ഞു വരും. അഥവാ നമുക്ക് ആ പരിപാടികൾ വേണ്ട വിധത്തിൽ കേൾക്കാൻ പറ്റാതെയാകും. ഇതുപോലെയാണ് നമുക്കൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ചില സമയത്ത് നമ്മൾ ആ കാരുണ്യത്തിന് പാത്രീഭവിക്കുന്നു, ചില സമയത്ത് നമ്മൾ നമ്മളെ അവിടെ നിന്നും മാറ്റി 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 കൊണ്ടുപോകുന്നു. നമ്മൾ റേഡിയോ ട്യൂൺ ചെയ്യുന്നത് പോലെ മറ്റു ഫ്രീക്വൻസികളിലേക്ക് മാറുമ്പോൾ, നമ്മൾ മറ്റു പല ലൗകിക വിഷയങ്ങളുടെ പിന്നാലെ പായുമ്പോഴും ആ ഭഗവാന്റെ ഫ്രീക്വൻസിയിൽ നിന്നും, ഭഗവാന്റെ കാരുണ്യത്തിൻ്റെ നേർരേഖയിൽ നിന്നും നമ്മൾ നമ്മളെ മാറ്റിക്കൊണ്ടുപോകും. വീണ്ടും കറങ്ങിത്തിരിഞ്ഞ് വീണ്ടും നമ്മൾ അവിടേക്ക് തന്നെ എത്തും. അപ്പോൾ വീണ്ടും നമുക്കത് അനുഭവവേദ്യമാകും. ഇതുപോലെയാണ് ജീവിതം. ഈ സംസാര ചക്രം എന്ന് പറയുന്നത് തന്നെ ചാക്രികമാണ്. ഇവിടെ നമ്മൾ ഓരോരുത്തരും ഭഗവാനിലേക്ക് വരും. വീണ്ടും നേട്ടങ്ങളും അനുഗ്രഹങ്ങളുമൊക്കെ ഭഗവാന്റെ കാരുണ്യമാണെന്ന് തിരിച്ചറിയാതെ അതിൽ മതിമറന്ന് നമ്മൾ വീണ്ടും നമ്മുടെ ആ ചക്രത്തെ വീണ്ടും കറക്കി വിടും. കറക്കി വിട്ടു കഴിഞ്ഞാലോ വീണ്ടും ഒരു പൂർണ്ണ കറക്കം കറങ്ങിയതിന് ശേഷമേ അവിടേക്ക് എത്തുകയുള്ളൂ. അപ്പോഴേക്ക് പല പല ഘട്ടങ്ങളിലൂടെ, പല പ്രതിസന്ധികളിലൂടെ നമ്മുടെ ജീവിതം കടന്നു പോയിട്ടുണ്ടാവും. വീണ്ടും നമ്മൾ കറങ്ങി അവിടേക്ക് തന്നെ എത്തിച്ചേരും. എപ്പോഴും ആ ഒരു പോയിന്റിൽ തന്നെ, ആ ഒരു ബിന്ദുവിൽ തന്നെ നമുക്ക് നിൽക്കാൻ കഴിഞ്ഞാൽ സദാ ഈ യോഗിമാരൊക്കെ, നല്ല ജ്ഞാനികളായിട്ടുള്ള ആളുകളൊക്കെ സദാ ഈ ആനന്ദം അനുഭവിക്കുന്നതിന് കാരണം അവരുടെ ജീവിതത്തിൽ അവരൊരിക്കലും ഭൗതികമായ മറ്റൊന്നിനോടും ബന്ധപ്പെടാത്തത് കൊണ്ട് തന്നെ, ഒരൊറ്റ നേർരേഖയിൽ തന്നെ അവർ സദാ നിൽക്കുന്നത് കൊണ്ട് തന്നെ ആ ഭഗവാന്റെ ആ ആനന്ദാമൃതം സദാ അനുഭവിക്കാൻ അവർക്ക് കഴിയുന്നു. നമുക്കാകട്ടെ നമ്മൾ ഇടയ്ക്ക് ആ അനുഭവത്തെ കിട്ടിയാലും വീണ്ടും നമ്മൾ ഈ മായയാകുന്ന ഈ കാലചക്രത്തിൽ പെട്ടു വീണ്ടും നമ്മുടെ ഈ ജീവിതം കറങ്ങിക്കൊണ്ടേയിരിക്കും. നമ്മൾ വീണ്ടും മറ്റുള്ള നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റു ഭൗതിക വിഷയങ്ങളിലേക്ക് വ്യാപരിക്കുന്നതിലൂടെ വീണ്ടും നമ്മൾ അകന്നു പോകുന്നു. ഇവിടെ കർദമ പ്രജാപതി നമുക്കതാണ് കാണിച്ചു തരുന്നത്. കർദമ പ്രജാപതി 10,000 വർഷക്കാലം ഭഗവാനിൽ തന്നെ മനസ്സിനെ കേന്ദ്രീകരിച്ചിരുന്നുവെങ്കിൽ നമുക്ക് ഒരു ശരാശരി മനുഷ്യൻ്റെ ആയുസ് എന്ന് പറയുന്നത് തന്നെ ഏകദേശം 60 എന്നെടുത്താൽ ആ കാലയളവിൽ തന്നെ അതിൻ്റെ നല്ലൊരു ഭൂരിഭാഗം സമയവും നമ്മളൊക്കെ ഭൗതിക വിഷയങ്ങളിൽ രമിക്കുന്നവരാണ്. വളരെ ചെറിയ ഒരു കാലയളവ് മാത്രമേ നമ്മളൊക്കെ ഭഗവാന്റെ ആ കാരുണ്യത്തിൻ്റെ നേർരേഖയിൽ വന്ന് പതിക്കുന്നുള്ളൂ. അവിടെ എത്തുമ്പോൾ പലപ്പോഴും നമ്മൾ വീണ്ടും മറ്റ് ഭൗതിക വിഷയങ്ങളിലേക്ക് മാറിപ്പോകുന്നത് നമ്മുടെ അജ്ഞാനം കൊണ്ടാണ്. ഇങ്ങനെയുള്ള സത്തുക്കളായ ആളുകൾ, കർദമ പ്രജാപതിയെ പോലെയുള്ള ഈ പുരാണ കഥകളൊക്കെ നമുക്ക് കാണിച്ചു തരുന്നത് മറ്റുള്ളവയൊക്കെ അസ്ഥിരമാണ്, മായയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ഒന്നിൽ തന്നെ നിലനിൽക്കാനുള്ള ശക്തി പകരുകയാണ് ഇവരുടെയൊക്കെ കഥ നമുക്ക് കാണിച്ചു തരുന്നത്. കുറഞ്ഞ പക്ഷം നമുക്ക് നമ്മുടെ പ്രത്യേകിച്ചും ഗൃഹസ്ഥാശ്രമികൾക്ക് പലതരത്തിലുള്ള കർമ്മങ്ങളിലൂടെ നിത്യേന അനുനിമിഷം കടന്നു പോകേണ്ടതുണ്ട്. അപ്പോഴൊക്കെ ഒരു പക്ഷേ
നമ്മൾ ആ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ഭഗവാനിലേക്ക് മനസ്സിനെ, നമ്മുടെ ചിന്തകളെ തിരിച്ചുവിടാൻ കഴിഞ്ഞാൽ ഈ ഭൗതിക ജീവിതത്തിലെ ഭൗതികമായ കർമ്മങ്ങളൊക്കെയും യാന്ത്രികമായി നടന്നു മാറുമ്പോഴും ഭഗവാനിലേക്ക് മനസ്സിനെ ചേർത്ത് വയ്ക്കാൻ കഴിഞ്ഞാൽ കുറേയൊക്കെയെങ്കിലും ജീവിതത്തിൻ്റെ കുറേ നല്ല കാലങ്ങൾ നമുക്ക് കിട്ടും. ആ സമയത്ത് കിട്ടുന്ന ഒരു ആനന്ദം ഭൗതികമായ ഒരു വിഷയത്തിനും നമുക്ക് നൽകാൻ കഴിയില്ല എന്നറിയുക. ഭൗതികമായ എല്ലാം നമ്മളിലേക്ക് എപ്പോഴൊക്കെ സുഖം തരുന്നുണ്ടോ ഓർക്കുക, അതിനപ്പുറം ഒരു ദുഃഖവുമുണ്ട്. നമ്മുടെ അജ്ഞത കൊണ്ടാണ് അതിൻ്റെ അപ്പുറത്തുള്ള ഇരുട്ടിനെ നമുക്ക് കാണാൻ കഴിയാതെ പോകുന്നത്. പക്ഷേ ഇരുട്ടും വെളിച്ചവുമില്ലാത്ത പരമമായ ആനന്ദം സ്വരൂപമായിട്ടുള്ള ആ ഭഗവാനിലേക്ക് മനസ്സിനെ ചേർത്ത് വെക്കാൻ കഴിഞ്ഞാൽ ഈ ഇരുട്ട് വെളിച്ചം, രാത്രി പകൽ എന്നുള്ള ഭേദമില്ലാതെയായാൽ, കാലത്തിന് വ്യതിയാനമില്ലാതെ വന്നാൽ കാലം നിശ്ചലമായി നിൽക്കും. അവിടെ മനസ്സിൽ പരിപൂർണമായ ആനന്ദം അങ്ങനെ തുള്ളിക്കളിക്കുന്നത് നമുക്ക് കാണാം. സദാ എന്ത് കർമ്മം ചെയ്യുമ്പോഴും, നമ്മൾ യാത്ര ചെയ്തോട്ടെ, നമ്മൾ മറ്റെന്തെങ്കിലും, നമ്മൾ ഓഫീസിലെ ആയാലും വീട്ടിലെ ആയാലും കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആ ഭഗവത് വിചാരത്തോടുകൂടി ഭഗവാനെ ഇത് നന്നാക്കി തരണമേ, ഭഗവാനെ ഇത് അവിടുത്തെ പ്രീതിക്കായിക്കൊണ്ട് ചെയ്യുകയാണേ, ഭഗവാനെ ഇത് ശരിയാകണമേ, ഇങ്ങനെ സർവ്വതും ആ ഭഗവാനെങ്കിൽ അർപ്പിച്ചുകൊണ്ട് ചെയ്യാൻ കഴിഞ്ഞാൽ ഈ ഗൃഹസ്ഥാശ്രമിയായി ഇരിക്കുമ്പോഴും ഭഗവത് പാദങ്ങളിൽ ചേർന്ന് തന്നെ ഈ ഒരു ജന്മത്തെ നമുക്ക് ധന്യമാക്കി തീർക്കാൻ കഴിയും. ഹരേ കൃഷ്ണ. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി ഒന്ന് നോക്കാം. സ്തുവതേ പുളകാവൃതായ തസ്മൈ മനുപുത്രീം ദയിതാം നവാപി പുത്രീ കപിലഞ്ജസുതം സ്വമേവ പശ്ചാത് സ്വഗതിഞ്ചാപ്യനുഗ്രഹ്യ നിർഗതോ ഭൂഃ. ഇനി ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ രണ്ടാമത്തെ പാദത്തിലും നാലാമത്തെ പാദത്തിൻ്റെയും അവസാനം നമുക്ക് നോക്കിയാൽ കാണാം പുത്രീഹി, അതേപോലെ നിർഗതോ ഭൂഃ. ഇത് രണ്ടും അവിടെ വിസർഗമുള്ളത് കൊണ്ട് തന്നെ പകുതി ഹകാരത്തിൽ വായിക്കാൻ ശ്രമിക്കുക. അടുത്തത് നാലാമത്തെ പാദത്തിലേക്ക് വരുമ്പോൾ സ്വഗതിഞ്ചാപ്യനുഗ്രഹ്യ നിർഗതോ ഭൂ. അനുഗ്രഹ്യാണ്, അതുകൊണ്ട് തന്നെ പ്യ എന്ന അക്ഷരത്തിന് അകാരം കൊടുത്ത് വായിക്കാൻ ശ്രമിക്കുക. ഇനി അടുത്തത് ആ ഒരു ശ്ലോകം തന്നെ നമ്മൾ അന്വയക്രമത്തിൽ പറയുമ്പോൾ സ്തുവതേ പുളകാവൃതായ തസ്മൈ മനുപുത്രീം ദയിതാം നവപുത്രീഹി അപി സ്വമേവ കപിലം സുതം ച പശ്ചാത് സ്വഗതിം ച അപി അനുഗ്രഹ്യ നിർഗതഃ അഭൂഃ. അങ്ങനെ വരും അതിൻ്റെ അന്വയക്രമം. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകത്തിൽ നമുക്ക് പറയാനുള്ളത്, അനുസ്മരിക്കാനുള്ളത്. അപ്പോൾ ബാക്കി അടുത്ത ശ്ലോകത്തിൽ നമുക്ക് നോക്കാം. ഇതിൻ്റെ ഒരു തുടർച്ചയാണ് അടുത്ത ശ്ലോകം വരുന്നത്. നമുക്ക് നോക്കാം. ഹരേ കൃഷ്ണ.